ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നുള്ള ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷനാണ്. കോഡിംഗ് എന്താണ്? കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ യുദ്ധങ്ങളിലൊക്കെ രണ്ട് അലൈസ് തമ്മിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനിമി എന്താണെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡഡ് മെസ്സേജാണ് കൊടുക്കുക, അല്ല നിങ്ങൾക്ക് അറിയണ്ടാവും. സോ ഈ കോഡഡ് മെസ്സേജിനെ ഡെസിഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡഡ് മെസ്സേജിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനൊരു പർട്ടിക്കുലർ ലോജിക് ഉണ്ടാവും. ഓക്കെ, ആ ലോജിക്ക് കണ്ടുപിടിക്കലാണ് ഈ ബേസ്. കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള എല്ലാ ക്വസ്റ്റിൻ്റെയും ബേസ് അതാണ്. ഓക്കെ, ഇത് SSCക്കും ബാങ്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ബാങ്കിനാണെന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. SSCക്ക് ആണെങ്കിൽ 2-3 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിംഗ് ചോദിക്കാം, ബേസിക് ആൽഫ ന്യൂമറിക് കോഡിംഗ് ചോദിക്കാം, പിന്നെ കണ്ടീഷണൽ കോഡിംഗ്, ബൈനറി കോഡിംഗ്, അങ്ങനെ. പിന്നെ ഇപ്പോൾ ചോദിച്ചു വരുന്നത് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ചോദിച്ചു വരുന്നത് ന്യൂ പാറ്റേൺ കോഡിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിനൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. ആ നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ ലെറ്റേഴ്സ്, അതായത് A to Z എല്ലാ ലെറ്റേഴ്സിൻ്റെയും റാങ്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. റാങ്ക് എന്ന് പറഞ്ഞാൽ A1 B2 C3 ഓക്കെ, അങ്ങനെ സോൺ അപ് ടു Z26 അല്ലേ? ആ റാങ്ക് നിങ്ങൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ബാക്ക്വേർഡ് റാങ്ക്, അതിൻ്റെ ബാക്ക്വേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ Z1 ആയിരിക്കും, A26 ആയിരിക്കും. ആ ബാക്ക്വേർഡ് റാങ്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ റാങ്കുകളില്ലേ, ഇപ്പോൾ ഏതെങ്കിലും 2 ലെറ്ററിൻ്റെ റാങ്കുകളുടെ സമ്മ് 27 ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾ ആ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പെയർ ഏതൊക്കെയാണെന്ന് അറിയിക്കണം. അപ്പോൾ ബേസ്റ്റും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ Aയും Zഉം ഓക്കെ, Bയും Yയും ഓക്കെ, ഇതൊക്കെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും 1 മുതൽ 30 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ അറിഞ്ഞിരിക്കണം, 1 മുതൽ 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ക്യൂബ് അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ നമ്പേഴ്സിൻ്റെ ക്യൂബ് അറിയിക്കണം. പിന്നെ ഡെസിമൽ നമ്പേഴ്സ് ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയിക്കണം. അതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ കുറച്ച് ബേസിക് നോളജുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് കുറേ പല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ കോഡിങ് നിങ്ങൾക്കറിയാലോ, നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് മെസ്സേജ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ വിത്തൗട്ട് എ തേർഡ് പേഴ്സൺ നോയിങ് ഇറ്റ്. ഓക്കെ, വിത്തൗട്ട് എ തേർഡ് പേഴ്സൺ നോയിങ്, അതായത് നമുക്കും ഒരു മെസ്സേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്. ഓക്കെ, പക്ഷേ വേറൊരാൾ, ആ ഫ്രണ്ടും നമ്മളും മാത്രമാണ് ആ മെസ്സേജിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടുള്ളൂ, വേറൊരാൾ മനസ്സിലാക്കാൻ പാടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സാധാരണ ഒരു ലാംഗ്വേജിനെ എടുത്തിട്ട് കോഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു രീതിയിൽ മാറ്റാം. ഓക്കെ, സോ അതാണ് ബേസിക്കലി കോഡിങ്. ഇത് നമ്മൾ ചെറുപ്പം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. സോ ആ കോഡിനെ ഡെസിഫർ ചെയ്യലാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അതിനൊരു പ്രത്യേകതര ആപ്റ്റിറ്റ്യൂഡ് വേണം. ആ ആപ്റ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഇപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏതിൽ ചോദിക്കുകയാണെങ്കിലും നമുക്ക് കുറച്ച് ബേസിക് നോളജ് വേണം. ഓക്കെ, സോ ഈ റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ, അതായത് സാധാരണ ഒരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് നമുക്ക് എങ്ങനെ ചെയ്യണോ അല്ലാണ്ട് ചെയ്ത് ഉത്തരം കിട്ടണം എന്നുള്ളതല്ല, നമുക്കതൊരു സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടണം. ഓക്കെ, നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ഒരു 30 സെക്കൻഡിനുള്ളിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാവണം. ഓക്കെ, കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ നിങ്ങളെ സ്പീഡാക്കലാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so in order to be proficient at answering coding and decoding questions, candidates should know: number 1, numerical ranks of English alphabets. Numerical ranks of English alphabets എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞാൽ 1 ആണ്, B എന്ന് പറഞ്ഞാൽ 2 ആണ്, C എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, D എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. Z ആണ് അവസാനത്തെ ലെറ്റർ. 26 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ആ ലെറ്റേഴ്സിനെ നമ്പർ ചെയ്യുന്നതാണ് നമ്മൾ റാങ്ക് എന്ന് പറയും. ആ ലെറ്റേഴ്സിനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റാങ്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എയുടെ റാങ്ക് 1, ബിയുടെ റാങ്ക് 2, സിയുടെ റാങ്ക് 3, ഡിയുടെ റാങ്ക് 4, സോ ഓൺ. ഓക്കെ, ടിൽ സെഡിൻ്റെ റാങ്ക് 26.
സോ ഇതിനൊക്കെ നമ്മൾ ഫോർവേഡ് റാങ്ക് എന്ന് പറയും. ഫോർവേഡ് റാങ്ക് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമുക്ക് തിരിച്ചും നമ്പർ ചെയ്തുകൂടെ? അതായത് Z1 D C B A നമുക്ക് തിരിച്ചും റാങ്ക് ചെയ്തുകൂടെ വേണമെങ്കിൽ? Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ D എന്താവും? 23 ആവും, 24 ആവും, C 25 B ആയിരിക്കും, 26 A ആയിരിക്കും അല്ല. ഇങ്ങനെ റാങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയാ ബാക്ക്വേർഡ് റാങ്ക്. ബാക്ക്വേർഡ് റാങ്ക്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഫോർവേഡ് റാങ്കുകൾ കംപ്ലീറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഫോർവേഡ് റാങ്കുകൾ കംപ്ലീറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബൈ ഹാർട്ട് പെട്ടെന്നൊരു ലെറ്ററിൻ്റെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫോം മനസ്സിൽ വയ്ക്കുക. EJOTY, ഇജോട്ടി എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആ ഒരു വേർഡ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതിൻ്റെ റാങ്ക് ഞാൻ പറഞ്ഞുതരാം. 5, 10, 15, 20, 25. ഓക്കെ, ഇജോട്ടി എന്നുള്ള വേർഡ് EJOTY. ഇതിൽ ഇയുടെ റാങ്ക് 5 ആണ്, ജെയുടെ റാങ്ക് 10 ആണ്, ഓയുടെ റാങ്ക് 15 ആണ്, ടിയുടെ റാങ്ക് 20 ആണ്, വൈയുടെ റാങ്ക് 25 ആണ്. ഓക്കെ, വൈയുടെ റാങ്ക് 25 ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റനിൽ നിങ്ങൾക്ക് എഫിൻ്റെ റാങ്ക് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെറ്ററാണ് എഫ് അല്ലേ? അപ്പോൾ ഈ 5 ആണെന്നുണ്ടെങ്കിൽ എഫ് എങ്ങനെ പോയാലും 6 ആയിരിക്കില്ലേ? ഈ 5 ആണെന്നുണ്ടെങ്കിൽ എഫ് എങ്ങനെ പോയാലും 6 ആയിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെറ്ററാണ് കെ അല്ലേ? അപ്പോൾ ജെ 10 ആണെന്നുണ്ടെങ്കിൽ കെ എങ്ങനെ പോയാലും 11 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡുകൾ വെച്ച് നിങ്ങളത് ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങളിങ്ങനെ പല മെത്തേഡുകൾ പല ആൾക്കാർ പറയും. നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ആ ആൽഫബറ്റ്സിൻ്റെ റാങ്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. അത് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സോ അതൊന്ന്. ഇനി ബാക്ക്വേർഡ് റാങ്ക് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. അതിനൊരു ഫോർമുല ഉണ്ട്. ബാക്ക്വേർഡ് റാങ്കിന് ഞാൻ BR എന്ന് കൊടുത്തു. ബാക്ക്വേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ 27 മൈനസ് ഫോർവേഡ് റാങ്കാണ്. 27 മൈനസ് ഫോർവേഡ് റാങ്കാണ്. അതായത് സിയുടെ ബാക്ക്വേർഡ് റാങ്ക് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 27 മൈനസ് 3, 24. അതാണ് സിയുടെ ബാക്ക്വേർഡ് റാങ്ക്. സിയുടെ ഫോർവേഡ് റാങ്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്വേർഡ് റാങ്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ആ ഫോർവേഡ് റാങ്ക് 27 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് ആൽഫബറ്റ് പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എയുടെ ഓപ്പോസിറ്റ് Z ആണ്. എയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം Z ആണ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാം. എയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Z ആണ്. ഓക്കെ, Z ആണ്. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? R എന്ന് പറയണം. Hന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? S എന്ന് പറയണം. ഓക്കെ, S എന്ന് പറയണം. Mന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയണം? N എന്ന് പറയണം. ഓക്കെ, ഇതൊന്നുമില്ല. ഇത് 2 പേരുടെ റാങ്ക്, ഫോർവേഡ് റാങ്ക് തന്നെ, 2 ലെറ്റേഴ്സിൻ്റെയും റാങ്കിൻ്റെ സമ്മ് 27 ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. 2 ലെറ്റേഴ്സിൻ്റെയും റാങ്കിൻ്റെ സമ്മ് 27 ആണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുക. അതായത് ഇപ്പോൾ ഐയുടെ റാങ്ക് 9 ആണ്, ആറിൻ്റെ റാങ്ക് 18 ആണ്. 18 + 9 എന്താ? 27 അല്ലേ? Hന്റെ റാങ്ക് 8 ആണ്, Sന്റെ റാങ്ക് 19 ആണ്. 8 + 19 27 അല്ലേ? Mന്റെ റാങ്ക് എന്താ? 13, Nന്റെ റാങ്ക് 14. 13 + 14 27 അല്ലേ? ഓക്കെ, അപ്പോൾ റാങ്കുകളുടെ സമ്മ് 27 ആണോ ഏതെങ്കിലും 2 ലെറ്റേഴ്സിൻ്റെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആൽഫബറ്റ് പെയർസ് ആയിരിക്കും. ഇതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓപ്പോസിറ്റ് ആൽഫബറ്റ് പെയർസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ എയും Z അല്ല, BY. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ ലെറ്റേഴ്സിനും ഒരു ഓപ്പോസിറ്റ് ലെറ്റർ ഉണ്ടാവും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഓക്കെ, അതും ഇതേപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചില എന്താ പറയുക കുണുക്കുവിദ്യകളൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ ഐൻ്റെ ഓപ്പോസിറ്റ് ആറ്, അതിന് നമുക്കിപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ മനസ്സിൽ വയ്ക്കാം, പെട്ടെന്ന് അറിഞ്ഞിരിക്കാനുള്ള കിട്ടുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ. അല്ല HMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹൈസ്കൂൾ, ഹൈസ്കൂൾ, ഹൈസ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HMS ആണല്ലോ. അതേപോലെ MN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ, മാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തിരുന്നൂടെ, മാൻ. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളത് ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കുന്നത് മസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പൊതുവെ മാത്സിൻ്റെ ടീച്ചേഴ്സ് പറയുന്നതാണ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ നമ്പേഴ്സ് അപ് ടു 30, ക്യൂബ്സ് അപ് ടു 20. സ്ക്വയേഴ്സ് ഓഫ് ഓൾ നമ്പേഴ്സ് അപ് ടു 30, ക്യൂബ്സ് അപ് ടു 20. അതായത് 30 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ക്യൂബുകൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഹൗ ടു കൺവേർട്ട് ഡെസിമൽ നമ്പേഴ്സ് ഇൻറ്റു ബൈനറി നമ്പേഴ്സ്, ഹൗ ടു കൺവേർട്ട് ഡെസിമൽ നമ്പേഴ്സ് ഇൻറ്റു ബൈനറി നമ്പേഴ്സ്. കോഡിംഗ് ഡീകോഡിംഗ് നിങ്ങൾക്ക് ബൈനറി കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൂടി വരും. അത് SSCക്ക് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ബാങ്കിനാണ് മെയിനായിട്ട് ചോദിക്കാറ്. സോ അതിന് നമുക്ക് ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറി നമ്പേഴ്സിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതെങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യില്ല, അത് ബൈനറി കോഡിങ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാലും ന്യൂമറിക്കൽ റാങ്ക്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ ന്യൂമറിക്കൽ റാങ്ക്സ് നമ്മൾ ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. ഓപ്പോസിറ്റ് ആൽഫബറ്റ് പെയേഴ്സ് നമ്മൾ ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. 30 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ അറിഞ്ഞിരിക്കണം. 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ക്യൂബ് അറിഞ്ഞിരിക്കണം. പിന്നെ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കാനുള്ള മെത്തേഡും അറിഞ്ഞിരിക്കണം, ഓക്കെ. സോ ഇതൊക്കെയാണ്, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസോട് കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പീഡിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. If the letters in the word Prabha are coded as 27595 and Tilak are coded as 368451, how can Bharati be coded? Okay. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചാടി കയറി ഓരോന്നിൻ്റെ റാങ്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചാടി കയറി ഓരോന്നിൻ്റെ, ഇപ്പോൾ പ്രഭയുടെ പിയുടെ കോഡ്, മറ്റേ പിയുടെ റാങ്ക്, മറ്റേൻ്റെ റാങ്ക്, ബിയുടെ റാങ്ക്, എയുടെ റാങ്ക്, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, പ്രഭ, തിലക്, ഈ രണ്ട് വേർഡുകളുടെയും കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ പ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലെറ്റേഴ്സ് ആണുള്ളത്. പ്രഭയുടെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27595, അതിലും 5 നമ്പേഴ്സ് ആണുള്ളത്. തിലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലെറ്റേഴ്സ് ആണുള്ളത്. ആ 6 ലെറ്റേഴ്സിന് പകരം 6 നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കോഡിൽ 6 നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോ ലെറ്ററിനും ഓരോ നമ്പർ വെച്ച് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ ലെറ്ററിനെയും ഓരോ നമ്പർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഭാരതി എന്നുള്ള വാക്കിൻ്റെ കോഡാണ്, ഭാരതി എന്നുള്ള വേർഡിൻ്റെ കോഡാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, ഭാരതിയുടെ എല്ലാ ലെറ്റേഴ്സും ഒന്നില്ലെങ്കിൽ പ്രഭയിൽ അല്ലെങ്കിൽ തിലക്കിൽ പ്രസന്റ് ആണ്, അല്ലേ? ഓൾ ദ ലെറ്റേഴ്സ് ഇൻ ഭാരതി ആർ പ്രസന്റ് ഇൻ എയ്തർ പ്രഭ ഓർ തിലക്, അല്ലേ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭയിലുണ്ട്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലക്കിലുണ്ട്, എ എന്ന് പറഞ്ഞാൽ പ്രഭയിലുണ്ട്, ആർ എന്ന് പറഞ്ഞാൽ പ്രഭയിലുണ്ട്, ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ തിലക്കിലുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ ഡയറക്റ്റ് ഓരോ ലെറ്ററിനും അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ഈ മുകളിലിരിക്കുന്ന ഈ 2 കോഡ് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ബിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ 9, എച്ചിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 6, എയുടെ കോഡ് എന്ന് പറഞ്ഞാൽ 5, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, എ വീണ്ടും 5, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, അല്ലേ? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. ഓക്കെ, സോ 9657538 ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If the word leader is coded as 20, 13, 9, 12, 13, 26, how would you write light? Okay, leader എന്നാണ് നമ്മുടെ വേർഡ്.
സോ ഇത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ നമ്പർ ന്യൂമറിക്കൽ കോഡ് തന്നിട്ടുണ്ട്, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ വേറൊരു വേർഡിനെ കോഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ നോക്കുക. നമ്മൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ആദ്യം തന്നെ ഓരോ ഇൻഡിവിജ്വൽ ആൽഫബറ്റിൻ്റെ കോഡ് എടുത്തെഴുതാം. ഓരോ ഇൻഡിവിജ്വൽ ആൽഫബറ്റിൻ്റെ കോഡ് എടുത്തെഴുതാം. ഓക്കെ, എല്ലിൻ്റെ കോഡ് എന്താ? 12 ആണ്. ഇയുടെ കോഡ് 5, എയുടെ കോഡ് 1, ഡിയുടെ കോഡ് എന്താ? 4, ഇയുടെ കോഡ് വീണ്ടും 5, ആറിൻ്റെ കോഡ് എന്താ? 18, ആറിൻ്റെ കോഡ് 18. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലീഡറിൻ്റെ കോഡ് 20, 13, 9, 12, 13, 26 ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോഡ്. പക്ഷെ നമുക്ക് ആൽഫബറ്റ് കോഡ് വെച്ചിട്ട് ലീഡറിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ആൽഫബറ്റ് കോഡ് വെച്ചിട്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്യാം. അതായത് 12, 5, 1, 4, 5, 18 20, 13, 9, 12, 13, 26 ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അതായത് 12, 20 ആയിട്ട് മാറി, 5, 13 ആയിട്ട് മാറി അല്ലേ, 1, 9 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഒരു 8ൻ്റെ അഡീഷനാണ് വന്നിരിക്കുന്നത്, 8ൻ്റെ ഒരു അഡീഷനാണ് വന്നിരിക്കുന്നത്. 12 + 8 ആണ് 20, 5 + 8 ആണ് 13, 1 + 8 9. ഓക്കെ, അതേപോലെ 4 + 8 ആണ് 12, 5 + 8 13, 18 + 8 26. ഓക്കെ, സോ എല്ലാതും ഒരു 8ൻ്റെ അഡീഷനാണ് വന്നിരിക്കുന്നത്, 8ൻ്റെ അഡീഷനാണ് വന്നിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റിൻ്റെ കോഡ് ചെയ്യാം. ലൈറ്റിൻ്റെ കോഡ് നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ലൈറ്റിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ L ആസ് യൂഷ്വൽ 12 അല്ലേ, I എന്ന് പറഞ്ഞാൽ 9, G എത്ര? 7, H എത്ര? 8, T എത്ര? 20. ഓക്കെ, ഇത് പെട്ടെന്ന് എടുത്ത് എഴുതണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോ ആൽഫബറ്റിൻ്റെയും റാങ്ക് ബൈഹാർട്ടായിട്ട് അറിയണം. ഓക്കെ, സോ നമ്മളെല്ലാ കോഡിൻ്റെ മുകളിൽ +8 ആഡ് ചെയ്തു. 12 എന്നുള്ളത് 20 ആയി അല്ലേ, 9 എന്നുള്ളത് 17 ആയി, 7 എന്നുള്ളത് 15 ആയി, 8 എന്നുള്ളത് 16 ആയി, 20 എന്നുള്ളത് 28 ആയി, 20 എന്നുള്ളത് 28 ആയി. ഓക്കെ, സോ അതായത് ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് ചെയ്യാം.